ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങ 3/4 ഭാഗം 1, 2, 3 സ്പൂൺ തേങ്ങ. ആ വറുത്തതിനകത്തുനിന്ന് 3 സ്പൂൺ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ടു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതും ഇതിനകത്തിടാം. ഇത്രയും കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്തു ഇത് നമുക്കിനി പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. കായലിലെ ഒരു തേട ഇതിനെ നമുക്ക് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കായലിലെ തേര് വാങ്ങിച്ചാൽ ഇതേപോലെ മുട്ട ഉണ്ടായിരുന്നു. ഈ മുട്ട നമുക്കിനി ഇളക്കിയെടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ചെറിയ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് മൂത്തു അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം. ആ എണ്ണയിൽ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ മസാല ഒന്നും കൂടെ മൂത്തു. ഇനി അതിനകത്ത് കുടംപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ അരപ്പ് തിളയ്ക്കുന്നു. ഇനി അതിനകത്തോട്ട് മീൻ കഷ്ണം എടുത്തിടാം. തേരിൻ്റെ തല അതേപോലെ ഇടുക. പകുതി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പറ്റിത്തുടങ്ങി അതിനകത്തോട്ട് ഒരല്പം ഉലുവപ്പൊടിയും കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൊടുക്കുക. കായലിലെ തേട് കറി വെച്ചത് റെഡി. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഈ കപ്പ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുക. അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ചതച്ച് അരപ്പ്. തേങ്ങ തിരുമിയത്. തേങ്ങ ഞാൻ ചതയ്ക്കുന്നില്ല. തേങ്ങ തിരുമിയത് അതേപോലെ ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ മത്ത് വെച്ച് നല്ല വൃത്തിയായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വ്യത്യസ്ത രീതിയിൽ പുരട്ടിയെടുത്ത കപ്പപ്പുഴുക്കും കായലിൽ തേട് കറി വെച്ചത്. കപ്പപ്പുഴുക്ക് വെക്കാം. കായലിലെ തേട് കറി വെച്ചത്. വെറൈറ്റി ആയിട്ടുള്ള കപ്പപ്പുഴുക്കും കായലിലെ തേട് കറി വെച്ചത്.